യൂത്ത് കോൺഗ്രസ് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസുകൾ ക്രൈംബ്രാഞ്ചിന് കൈമാറാതെ പോലീസ്. കൈമാറിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരാതിയിലെ കേസ് മാത്രം. നിയമോപദേശവും പോലീസ് അവഗണിച്ചു. കേസ് സംസ്ഥാന ഏജൻസി അന്വേഷിക്കണമെന്നാണ് പ്രോസിക്യൂട്ടർ ഗീന കുമാരി നിയമോപദേശം നൽകിയത്. ഋഷിപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഋഷിപാൽ, റിപ്പോർട്ടിൽ പുറത്തുവിട്ട വാർത്തയാണ്. ഇതിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാത്രം പരാതിയാണ് കൈമാറിയിരിക്കുന്നത് എന്നറിയുന്നത്. എവിടെയാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്? ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ പരാതികളും കൈകാര്യം ചെയ്യേണ്ടതായിരുന്നില്ലേ? അങ്ങനെയായിരുന്നില്ലേ നിയമോപദേശം ലഭിച്ചതും? അരുൺകുമാർ, യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കിയ സംഭവത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വവും ഒപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അടക്കം നൽകിയ പരാതിയിൽ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കേസ്, ആ കേസ് ഇതുവരെ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് മാത്രമാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തിന് കൈമാറിയത്. ജലീൽ തോട്ടത്തിൽ ഡിവൈഎസ്പിയാണ് ആ കേസിന്റെ അന്വേഷണം നടത്തുന്നത്. ഇന്നലെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം എത്തുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. പക്ഷേ ഈ മ്യൂസിയം പോലീസ് ഇപ്പോഴും അന്വേഷിക്കുന്ന പത്തനംതിട്ട കേന്ദ്രീകരിച്ച് വ്യാജ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കിയ സംഭവം, ഒപ്പം കാസർഗോഡ് കേന്ദ്രീകരിച്ച് വ്യാജ തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കിയ സംഭവം, ഈ രണ്ട് സംഭവങ്ങളും ഉൾക്കൊള്ളുന്ന ഒറ്റ കേസ്. ആ കേസിലാണ് ഏറ്റവും കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിച്ചത്. ആ കേസിൽ 7 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും അതിൽ 6 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ആ കേസ് ഇതുവരെ കൈമാറാത്തതിന്റെ കാരണം വ്യക്തമല്ല. പ്രോസിക്യൂട്ടർ ഈ കേസ് ഉൾപ്പെടെ വ്യാജ തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും മറ്റൊരു ഏജൻസിക്ക്, സംസ്ഥാന ഏജൻസിക്ക് കൈമാറണമെന്ന ആവശ്യം വ്യക്തത വരാനുണ്ട്. പത്തനംതിട്ടയിലെയും കാസർഗോഡെയും യൂത്ത് കോൺഗ്രസിന്റെ വ്യാജ തെരഞ്ഞെടുപ്പ് ID കാർഡുമായി ബന്ധപ്പെട്ട കേസുകൾ എന്തുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറാത്തത്? നിയമോപദേശം ഉണ്ടായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ലഭിച്ച പരാതി മാത്രമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. ഇതിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊരു വീഴ്ച വന്നു എന്നതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. വരുന്ന മണിക്കൂറുകളിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും അതിലൊരു വ്യക്തത വരുത്താൻ സാധിക്കും.